ഹായ്, നമുക്കിന്നൊരു ഞണ്ട് മസാല വെക്കാം. അമ്മ നല്ല അടിപൊളിയായിട്ട് ഞണ്ട് വെക്കും. അമ്മേ, ഇതിനായിട്ട് നല്ല അടിപൊളി ഫ്രഷ് ഞണ്ട് വെച്ചോണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് മസാലക്കറി വെച്ചാലോ? അതിനെന്താ വെക്കാമല്ലോ, മോളാ മസാലക്കൂട്ടൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. അപ്പം അമ്മയെ ഹെൽപ്പ് ചെയ്യാനായിട്ടേ ഞാൻ ആ മസാലക്കൂട്ടൊക്കെ ഒന്ന് റെഡി ചെയ്ത് വെക്കാം. അമ്മ, ഞണ്ടുകറിക്കുള്ള മസാലയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് പറയാം, അമ്മ നോക്കണേ. മഞ്ഞപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മസാലപ്പൊടി 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, തേങ്ങാക്കൊത്ത് ആവശ്യത്തിന്, ഇത് 2 മീഡിയം സൈസ് തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചത്, 3 വലിയ സൈസ് സവോള സ്ലൈസ് ചെയ്ത് വെച്ചത്, ഇതൊരു 3 പച്ചമുളക് കീറിയത്, ഒരു 5-8 വെളുത്തുള്ളി കീറി അരിഞ്ഞത്, ഇത് ഇഞ്ചി ഒരു ചെറിയ സൈസ് ഇഞ്ചി എടുത്ത് അരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന്, ഇത് കടുക് വറക്കാനായിട്ട് വറ്റൽമുളക് ഒരു 3-4 വെളിച്ചെണ്ണ കടുക് വറക്കാൻ ആവശ്യമായിട്ട് വേണ്ടിയ വെളിച്ചെണ്ണ അത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒഴിക്കാം. നമുക്ക് ഈ നോൺ വെജ് ഒക്കെ വെക്കുമ്പോഴേ എപ്പോഴും നോൺ സ്റ്റിക്കിന്റെ തവ ഉപയോഗിക്കുന്നത് നല്ല, കാരണം അടി പിടിക്കത്തില്ല. ഈ നോൺ സ്റ്റിക്കിന്റെ തവ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് കടുക് വറുക്കാനായിട്ട് എണ്ണ ഒഴിക്കണം. എണ്ണ നമ്മുടെ ആവശ്യത്തിന്, കടുക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ നമുക്ക് അതിന് പ്രത്യേക അളവൊന്നും പറയണ്ടല്ലോ, അറിയാലോ, എല്ലാവരും അടുക്കളയിലൊക്കെ കയറുന്നതല്ലേ. അപ്പം അതിനാവശ്യമായിട്ടുള്ള തവയൊന്ന് ജസ്റ്റ് ചൂടായ ശേഷമേ നമ്മൾ ഈ എണ്ണ ഒഴിക്കാവുള്ളേ. തവയൊന്ന് ചൂടായിട്ട് നമ്മൾ ഈ എണ്ണ ഒഴിക്കുക. ശേഷം മാത്രമേ നമുക്ക് കടുക് പൊട്ടിക്കാവൂ. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് കടുക് പൊട്ടിച്ചാലേ ആ കടുകിന്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ കടുക് കിടന്ന് ചൂടായി പൊട്ടിയ ആ ഒരു ഇത് കിട്ടത്തില്ല. കടുകിനൊന്നും അളവില്ല കേട്ടോ. നമുക്കൊരു കുറച്ച് കടുക് എടുത്ത്, ആവശ്യത്തിനുള്ള കടുക് എടുത്ത് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലോട്ടിട്ടേക്കാം. വെളുത്തുള്ളി നമ്മളപ്പോൾ ഫസ്റ്റ് കടുക് വറുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് വറ്റൽമുളക് ഇട്ടു, കരിയാപ്പില ഇട്ടു. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി, അത് കഴിഞ്ഞ് ഇഞ്ചി ഇട്ടു. പച്ചമുളക് ഇട്ട് ജസ്റ്റ് പച്ചമണം മാറി മൂപ്പ് വരുമോ? ഇവിടെ സവാള സവോള നല്ലപോലെ വഴന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളിത് വഴറ്റണേ. നല്ലപോലെ വഴറ്റി ഇതെല്ലാം നല്ല ട്രാൻസ്പെറൻ്റ് ആയ ഒരു ബ്രൗൺ കളർ ആവണം. അതുവരെ നമ്മളിത് വഴറ്റി കൊടുക്കണം.
ഫ്ലെയിം കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണമെങ്കിൽ വഴറ്റിയെടുക്കാം. നമ്മുടെ പൊടികളെല്ലാം ഇട്ടോ ഇത്രയും വഴന്നാൽ മതി അല്ലേ? മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, അത്രയും മുളക് പൊടി ഇട്ടേക്കട്ടെ. ഇത് വേണ്ട മുളക് പൊടി, മസാലപ്പൊടി ഇട്ടേ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മളെ വഴറ്റി പൊടിക്കും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ അമ്മേച്ചേണ്ട ഇനി മസാലപ്പൊടി ഇട്ടോ. ഇട്ടിട്ടു. മോളെ ഇതിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത് കുരുമുളക് പൊടി ഇടുന്നതാണ്. പകുതി ഇപ്പോൾ ഇട്, പകുതി അത് കഴിഞ്ഞിട്ടാൽ മതി. അത് വാങ്ങാറാകുമ്പോൾ ഇടാം. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഇതൊരു മെറൂൺ കളറായി കഴിയുമ്പം തക്കാളി ഇടണേ. തക്കാളി ഉടഞ്ഞിട്ട് ഞണ്ടിടണം. അപ്പൊ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കണ്ടേ? വെള്ളം നമ്മൾ ഞണ്ടിട്ട് ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം ശരിക്കും വെള്ളമായി സ്വല്പം വെള്ളം ഒഴിക്കണം അല്ലേ? ചൂടാക്കിയ വെള്ളമല്ലേ ഒഴിക്കണം? അമ്മ നാളില് ഒരു ദിവസം ആ ഞണ്ട് കറി വെച്ച് ഓർമ്മ എനിക്കുണ്ടേ. പക്ഷെ അത് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്നാലും വെച്ച് കണ്ട് അന്ന് വെച്ച് കണ്ടൊരു ഓർമ്മയുണ്ട്. അന്ന് വെച്ചത് അതുപോലെ വെച്ചാൽ ഞണ്ടിട്ടേക്കണേ. തീ കുറച്ചിട്ട് ഈ ഞണ്ടിൽ മുഴുവനും ഇട്ടേക്കട്ടെ. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന 2 കിലോ ഞണ്ട നമ്മളിപ്പോൾ ഇതിലോട്ട് ഇട്ടേക്കുന്നത്. ഇനി ഇതിലോട്ട് ആ മസാല എല്ലാം ഒന്ന് ശരിക്കും ഒന്ന് പറ്റണം. അപ്പൊ അതെല്ലാം ഇളക്കി ആ മസാല എല്ലായിടവും പറ്റുന്ന രീതിയിൽ ആക്കണേ. ഒന്ന് തുറന്നു നോക്ക്. ഇത് ഒരു ശകലം വെള്ളം. ഇത് സർവ്വസുഗന്ധി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്. സർവ്വസുഗന്ധി നമ്മുടെ ഇറച്ചിക്കകത്തൊക്കെ ഇടുമ്പോ ലാസ്റ്റ് ഇല ഇടുന്നത് കണ്ടിട്ടില്ലേ? അതിട്ട് തിളപ്പിച്ച വെള്ളമാണ്. ഈ സർവ്വസുഗന്ധി ഇട്ട് തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതിന് ഇവിടെ വന്ന് പഠിച്ചതാണ്. ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ ടിപ്പാ. ഈ സർവ്വസുഗന്ധി ഇട്ട വെള്ളം ഇതൊഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ വരുമെന്നാണ് അമ്മ പറയുന്നത്. അപ്പൊ അത് അമ്മ ഇവിടെ വന്ന് പറഞ്ഞു തന്ന കാര്യമാണ്. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളേ. കാരണം അമ്മ പറഞ്ഞു ഞണ്ടീന്ന് വെന്ത് കഴിയുമ്പോഴേ വെള്ളം ഇറങ്ങുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് വെള്ളമേ ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇതിന്ന് വെള്ളം ഇറങ്ങുന്നത് നോക്കിയിട്ട് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. തീയ കുറച്ചിട്ടേക്കുവാണേ. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാണ് വേവിക്കുന്നത്, അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട്. നോൺ സ്റ്റിക്കിനായിട്ട് അടിക്ക് പിടിക്കാൻ ചാൻസ് ഇല്ല. എന്നാലും നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം ഇത് എത്ര ആയെന്ന്. മോളെ 15 മിനിറ്റ് ആയില്ലേ? അത് നടപ്പം നിർത്തി എല്ലാം ഓക്കെ ആയില്ലയോ? ഇനി അത് അങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് പിന്നെ ഈ തവയും കൊണ്ട് വെക്കാം. അമ്മയുടെ ഒരു വെറൈറ്റി സ്റ്റൈലാണ്. ഞണ്ടിൻ്റെ അകത്ത് തേങ്ങാക്കൊത്തും കരിയാപ്പിലയും കൂടെ ലാസ്റ്റ് സെപ്പറേറ്റ് വറുത്ത് ആഡ് ചെയ്തിരുന്നത്. അപ്പൊ അതിന് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റ് കിട്ടും. നമുക്കപ്പോൾ തവ വെച്ച് ചൂടാക്കിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ട് ഈ തേങ്ങാക്കൊത്തും കുറച്ച് കരിയാപ്പിലയും കൂടെ അതിനകത്തോട്ട് സെപ്പറേറ്റ് വറുത്തിട്ട് ഇതിന് മുകളിലോട്ട് ആഡ് ചെയ്യും. എണ്ണ ഇവിടെ ശേഷം തേങ്ങ
വെച്ചിരുന്ന പെരിഞ്ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഈ തേങ്ങ വറുക്കുന്നതിലോട്ട് ആ ഒരു എണ്ണയിലോട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മളത് ഞണ്ട് വാങ്ങി വെച്ച ഞണ്ടിലോട്ട് ആഡ് ചെയ്യുവാണേ. നമ്മളിതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കുവേ. ഇത് നാളെ ആകുമ്പോൾ ഇത് എടുക്കുവാണെങ്കിൽ ഇതിലെല്ലാം നല്ലപോലെ ഇത് പിടിച്ച് മസാലയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞണ്ടിന്. നമുക്കിതിന് ഉപ്പും എരിവും ഒക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമേ. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഞണ്ട് മസാല റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്കിത് അപ്പത്തിന്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ദോശയുടെ കൂടെയോ എന്തിന്റെ കൂടെ വേണേലും കഴിക്കാം, ചുമ്മാ വേണേലും കഴിക്കാം. കാരണം അത്ര പ്രധാനമായിട്ടും നമുക്കിത് പുട്ടിന്റെ കൂടെയാണ് ഏറ്റവും നല്ലത്. പുട്ടും ഞണ്ടും അടിപൊളിയായി. പുട്ടും ഞണ്ടും. അപ്പോൾ നല്ല ഫ്രഷ് ഞണ്ട് കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് കുക്കിംഗ് വീഡിയോയിൽ കാണാം. ബൈ.